ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLBയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അർച്ചനയും മുകുന്ദനും അനന്തവും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മുകുന്ദൻ പറയുന്നുണ്ട് ചന്ദ്രലേഖ ചേച്ചിയെ അമ്പലത്തിൽ വെച്ചിൽ കണ്ടില്ലായിരുന്നെങ്കിലോ എന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് രുക്കുവിന്റെ വാക്കുകൾ ഞാൻ മുഖവിലയ്ക്ക് എടുക്കുമായിരുന്നോ? ഇത്ര വ്യക്തതയോടെയാണോ ഓരോ കാര്യങ്ങളും അവൾ എന്നോട് സംസാരിച്ചത്? അച്ചുവിന്റെ ഭാവിയെ പറ്റി ഞാൻ ആലോചിച്ചു. ഒരുമിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ജീവിതകാലം മുഴുവനും അവര് നിരാശപ്പെടേണ്ടി വരും. കഷ്ടമാണല്ലോ എന്നോർത്ത് വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് വിചാരിച്ച് കല്യാണത്തിന് സമ്മതിച്ചേക്കാമെന്ന് വിചാരിച്ചാണോ ഒന്നുകൂടി തൊഴണമെന്ന് തോന്നിയത്? അപ്പോഴാണ് ചന്ദ്ര ഫോണിൽ സംസാരിക്കുന്നതെല്ലാം കേട്ടതെന്ന് അർച്ചന പറയുന്നുണ്ട്. അപ്പൊ പറയുന്നുണ്ട് വിജയ് ശങ്കർ ആയിരിക്കും രുക്കുവിനെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അവരെ അങ്ങോട്ട് പറഞ്ഞയച്ച് അയാൾ എവിടെയെങ്കിലും മാറി നിൽക്കുന്നുണ്ടാവും. ഫുൾ തട്ടിപ്പാണ് അയാളുടെ കയ്യിലെന്നൊക്കെ അനന്തു പറയുന്നുണ്ട്. മുകുന്ദൻ അപ്പ പറയുന്നുണ്ട് ആ കുടുംബത്തിലെ ഒരാളും ശരിയല്ല ചേച്ചി. അച്ചു എന്തായാലും അതിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്ന് പറയാണ്. അനന്തു അപ്പ പറയുന്നുണ്ട് നമുക്ക് അച്ചുവിനെ വേഗം ഒരു പെണ്ണ് കെട്ടിച്ചാലോ? എന്തായാലും രുക്കുവിന്റെ കല്യാണത്തിന് മുന്നേ ഇനി അച്ചുവിന്റെ കല്യാണം നടത്താൻ പറ്റില്ല. എന്തായാലും അവളുടെ കല്യാണമായില്ലേ, എന്നാലും അവന്റെ കല്യാണം നമുക്ക് എത്രയും പെട്ടെന്ന് നടത്താൻ പറ്റിയാളെ എന്റെ ലിസ്റ്റിലുണ്ട്. ജഗദീഷിന്റെ അനിയത്തി രേഷ്മ ആവുമ്പോ രുക്കുവിനുള്ള ഒരു മറുപടിയും ആവുമെന്ന് അനന്തു പറയാണ്. അച്ഛനപ്പ പറയുന്നുണ്ട് ശരിയാണ്, നമുക്കതങ്ങ് പ്രൊസീഡ് ചെയ്താലോ എന്നൊക്കെ അർച്ചന സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് കേട്ട് അങ്ങോട്ടേക്ക് അച്ചു വരുന്നത്. അച്ചു എന്നിട്ട് എല്ലാവരോടും ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട് ഇതിനു വേണ്ടി ആരും മെനക്കെടണമെന്നില്ല. എനിക്കെല്ലാം മനസ്സിലായി. ചേച്ചിക്കെങ്കിലും ചെറിയൊരു മനസാക്ഷിയില്ലേ? ചേച്ചിക്ക് ആരോടെങ്കിലും വാശിയുണ്ടെങ്കിൽ അതിനെല്ലാം എന്തിനാണ് എന്നെ കരുവാക്കുന്നത്? ഇപ്പോൾ ഒരു കല്യാണം വേണമെന്ന് ഞാൻ പറഞ്ഞോ എന്നൊക്കെ അച്ചു പറയുമ്പോ ഇതെല്ലാം കേട്ട് അർച്ചന ആകെ ഷോക്കായി നിൽക്കുകയാണ്. പിന്നീട് അർച്ചന പറയുന്നുണ്ട് എന്റെ ഭാവിയെ കുറിച്ച് ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട് അച്ചു എന്ന് പറയുമ്പോ അച്ചു പറയുന്നുണ്ട് എന്നെ കല്യാണം കഴിപ്പിച്ച് ആരും എന്റെ ഭാവി തീരുമാനിക്കണ്ട, ഞാൻ അതിന് നിന്ന് തരില്ല എന്ന് പറഞ്ഞ് അർച്ചനയുടെ മുന്നിൽ കൈകൂപ്പിക്കൊണ്ട് പറയുന്നുണ്ട് ചേച്ചി ദയവ് ചെയ്ത് ഇതേപ്പറ്റി എന്നോട് നീ സംസാരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അച്ചു നേരെ ഉള്ളിലേക്ക് പോയി വാതിലടക്കിയാണ്. അച്ഛന അച്ചുവിനെ കുറെ വിളിക്കുന്നുണ്ടെങ്കിലും അച്ചു ഒന്നും തന്നെ മിണ്ടുന്നില്ല. പിന്നീട് കല്യാണ ഒരുക്കങ്ങളൊക്കെ തകൃതിയായി ചന്ദ്രകാന്തത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കല്യാണത്തിന് വരുന്നതിനെ കുറിച്ചെല്ലാം ഓരോരുത്തരെ വിളിച്ച് ചന്ദ്രയോട് ഫോണിൽ സംസാരിക്കുന്നുണ്ട്. ജയശങ്കർ ആണെങ്കിൽ പുറത്തെ ഒരുക്കങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് സീതമ്മയും ഭർത്താവും കൂടി വരുന്നത്. ജയശങ്കറിനോട് വിശേഷങ്ങളെല്ലാം പങ്കുവെച്ചുകൊണ്ട് സീതമ്മയും ഭർത്താവും ഉള്ളിലേക്ക് പോവുകയാണ്. അതിനുശേഷം രുക്കുവിനെ കാണിക്കുന്നുണ്ട്. രുക്കു വളരെ സങ്കടത്തോടെ റൂമിൽ അങ്ങനെ ഇരിക്കുകയാണ്. വിലയാണെങ്കിൽ കല്യാണത്തിന് ശേഷം രുക്കുവിന് കൊണ്ടുപോകേണ്ട ബാഗെല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് സീതമ്മ വരുന്നത്. വിമലപ്പ പറയുന്നുണ്ട് സീതമ്മ ഇവിടെ ഇരിക്കല്ലേ, ഞാൻ എന്നാ താഴെ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് സീതമ്മയും രുക്കുവും കൂടി സംസാരിക്കുന്നുണ്ട്. രുക്കുവിന്റെ സങ്കടം കണ്ട് സീതമ്മ പറയുന്നുണ്ട് മോളെ നിനക്കിവിടെ മാറി മാറി കാവലേർപ്പെടുത്തിയിരിക്കുകയാണല്ലേ, ഇത്ര ആലോചിച്ചിട്ടും നിന്നെയും അച്ഛനെയും സഹായിക്കാൻ ഒരു വഴി കാണുന്നില്ല മോളെ. വയസ്സായ ഞാനും നിന്റെ വല്യച്ഛനും എന്ത് ചെയ്യാനാണ്? ഒടുവിൽ വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് വിചാരിച്ച് നീയും എല്ലാം ഒതുക്കി വെക്കുകയാണല്ലേ എന്നൊക്കെ സീതമ്മ പറയുമ്പോ രുക്കു പറയുന്നുണ്ട് സാരല്ല മുത്തശ്ശി എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇല്ല മുത്തശ്ശി, അവസാന നിമിഷം വരെ ഞാൻ എന്റെ ശ്രമം തുടരുമെന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് സത്യനും ചന്ദ്രയും കൂടി കറിൽ നിന്ന് സ്വർണങ്ങളെല്ലാം എടുത്തുകൊണ്ട് രുക്കുവിന്റെ റൂമിലേക്ക് വരുന്നത്. ഗോൾഡ് എല്ലാം കാണിച്ചുകൊണ്ട് സത്യൻ പറയുന്നുണ്ട് രുക്കു ഈ സ്വർണങ്ങളെല്ലാം ഒന്ന് നോക്ക്, കൊളുത്തോ മറ്റോ ലൂസോ എന്തെങ്കിലും ആണെങ്കിൽ അത് നോക്കണ്ടേ എന്ന് പറയാണ്. ഇത്രയും അപ്പോ രുക്കുവിനോട് പറയുന്നുണ്ട് രുക്കു ഇതെല്ലാം ഇട്ടു നോക്ക് എന്ന് പറയുമ്പോ രുക്കു പറയാണ് എനിക്ക് ഇത്രയൊന്നും സ്വർണത്തിന്റെ ആവശ്യമില്ല, ഇതിനെന്തെങ്കിലും മതി എന്ന് പറയുമ്പോ ചന്ദ്ര പറയുന്നുണ്ട് ആര് പറഞ്ഞു നിനക്ക് സ്വർണമൊന്നും വേണ്ടെന്ന്? കല്യാണ പെണ്ണ് മണ്ഡപത്തിലെത്തുമ്പോ എല്ലാവരും സ്വർണമായിരിക്കും നോക്കുന്നത് എന്നൊക്കെ ചന്ദ്ര പറയാണ്. അതിനുശേഷം വിജയ് ശങ്കർ ചിന്നുവിനെ വിളിക്കുകയാണ്. ഫോൺ അറ്റൻഡ് ചെയ്യുന്ന ചിന്നുവിനോട് വിജയ് ശങ്കർ ചോദിക്കുന്നുണ്ട് മോളെ നീ എന്താണ് വരാത്തത്? നീ റെഡി ആവുമ്പോ പറയ്, ഞാൻ അങ്ങോട്ടേക്ക് വണ്ടി വിടാം. ഞാൻ നിന്നോട് മുന്നേ പറഞ്ഞതല്ലേ കല്യാണത്തിന്റെ തലേന്ന് തന്നെ വരണമെന്ന്. എനിക്കും അരോമലിനും അതൊരു കമ്പനി ആവുമല്ലോ എന്ന് പറയുമ്പോ ചിന്നു പറയുന്നുണ്ട് അച്ഛാ ഞാൻ കല്യാണത്തിന് വരുന്നില്ല, എനിക്ക് നല്ല സുഖമല്ല, ഒരു തലവേദന എന്ന് പറയുമ്പോ വിജയ് ശങ്കർ പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല, നീ എന്തായാലും കല്യാണത്തിന് വരണമെന്ന് പറയാണ്. അപ്പോഴാണ് ചിന്നു വിജയ് ശങ്കറിനോട് ഫോണിൽ സംസാരിക്കുന്നത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് അർച്ചന വരുന്നത്. ഫോൺ വാങ്ങിച്ചുകൊണ്ട് അർച്ചന പറയുന്നുണ്ട് ചിന്നു കല്യാണത്തിന് വരുന്നില്ലെന്ന് പറഞ്ഞത് സ്വന്തം തീരുമാനമാണ്, അവൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇവിടെ നിന്ന് ആരും ഇനി കല്യാണത്തിന് വരുന്നില്ല എന്ന് പറയുമ്പോ വിജയ് ശങ്കർ പറയുന്നുണ്ട് വേറെ ആരും വരണ്ട, ചിന്നു മാത്രം വന്നാ മതി എന്ന് പറയുമ്പോ അച്ഛനെ പറയുന്നുണ്ട് വരാൻ ചിന്നുവിന് സൗകര്യമില്ല, അവളോട്ട് വരുന്നുമില്ല, അധികം സംസാരിച്ചു നിൽക്കാൻ സമയമില്ലെന്ന് പറഞ്ഞ് അർച്ചന ഫോൺ കോൾ കട്ട് ചെയ്യാണ്. പിന്നീട് അർച്ചന ചിന്നുവിനോട് ചോദിക്കുന്നുണ്ട് മോൾക്ക് കല്യാണത്തിന് പോകണോ എന്ന് ചോദിക്കുമ്പോ ചിന്നു പറയുന്നുണ്ട് ഇല്ല അമ്മേ ഞാൻ പോകുന്നില്ല എന്ന് പറയാണ്. പിന്നീട് വിജയ് ശങ്കറും സത്യനും വിമലയും ചന്ദ്രയും എല്ലാവരും കൂടി നിന്ന് സംസാരിക്കുകയാണ് രുക്കുവിന്റെ കാര്യം. രുക്കുവിന്റെ സ്വഭാവം അനുസരിച്ച് അവൾ ഇങ്ങനെ മിണ്ടാതിരിക്കില്ല, എന്തെങ്കിലും ബഹളം ഉണ്ടാക്കേണ്ടതാണ് ഇവിടെ, പക്ഷെ അവളുടെ മനസ്സിലെന്താന്ന് നമുക്കറിയുന്നില്ല എന്ന് പറയുമ്പോ ഇതിനും പറയുന്നുണ്ട് എനിക്കും അങ്ങനെ തന്നെ
തന്നെയാണ് തോന്നുന്നത്. ഇതിലെന്തോ പന്തികേടുണ്ട്, മനസ്സിൽ എന്തോ വിചാരിച്ചിട്ടുണ്ടെന്ന് സത്യം പറയാണ്. വിമല അപ്പോൾ രുക്കുവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. പാവം രുക്കു, എല്ലാം വഴികളും അടഞ്ഞെന്ന് കരുതി എല്ലാം മനസ്സിൽ ഒതുക്കി വെക്കുകയായിരിക്കും. അവൾ കുറച്ചുകൂടി അവൾക്ക് സമയം കൊടുക്കണമായിരുന്നു. കല്യാണം ഇത്ര പെട്ടെന്ന് വേണ്ടായിരുന്നു, അവൾക്ക് കുറച്ചുകൂടി ടൈം കൊടുക്കായിരുന്നു എന്നൊക്കെ വിമല പറയുകയാണ്. എന്നാൽ ഇതിനെല്ലാം എതിർത്തുകൊണ്ട് ചന്ദ്ര പറയുന്നുണ്ട്, മതി നിർത്ത്, നീ ഇപ്പോൾ രുക്കുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇതിനേക്കാൾ മുന്നേ രുക്കുവിനെ കാണാൻ തുടങ്ങിയതാണ് ഞാൻ. നാളത്തെ രുക്മണി കുട്ടിയല്ല ഇപ്പോഴത്തെ രുക്കു. അവിടെ രഹസ്യങ്ങൾ ഇപ്പോൾ അവൾ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. ഇത്രയും സ്ട്രോങ് ആയ 2 ഏട്ടന്മാരുണ്ടായിട്ടും ശത്രുപാളയത്തിലെ ഒരുത്തനെ തന്നെ അവൾക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞില്ലേ, മാത്രമേ കല്യാണം കഴിക്കൂ എന്ന് പരസ്യമായി വിളിച്ചും പറഞ്ഞു. ഇല്ലറ ധൈര്യമൊന്നല്ല അത്. അതുകൊണ്ട് തോറ്റു പിന്മാറുകയോ ഒന്നും മിണ്ടാതിരിക്കുകയോ മൗനം കാണിക്കുകയോ ഒന്നല്ല അവൾ. ഇതിൽ ശക്തിയോടെ തന്നെ അവൾ മുന്നിലേക്ക് കുതിക്കും. അവളുടെ മനസ്സിൽ എന്തൊക്കെയോ പദ്ധതികൾ മുൻകൂട്ടി കാണുന്നുണ്ട്. അവളുടെ ഇപ്പോഴത്തെ ഈ മൗനത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ടെന്നൊക്കെ ചന്ദ്ര എല്ലാവരോടും പറയുകയാണ്. ശങ്കറപ്പ പറയുന്നുണ്ട്, ചന്ദ്ര പറഞ്ഞതെല്ലാം ശരിയാണ്, ശരിക്കും രുക്കുവിനെ ഒബ്സർവ് ചെയ്തിട്ടുണ്ടെന്ന് പറയാണ്. ചന്ദ്രപ്പ പറയുന്നുണ്ട്, അതുകൊണ്ട് കല്യാണം കഴിയുന്നത് വരെ രുക്കുവിന്റെ മേലെ നമ്മളുടെ കണ്ണുണ്ടായിരിക്കണം, ജാഗ്രതയോടെ ഇരിക്കണം. ഇനിയോടുള്ള കാര്യങ്ങളെല്ലാം ദിലീപ് നോക്കിക്കോളും. രുക്കുവിന്റെ അഭ്യാസമൊന്നും ഇനി അയാളുടെ അടുത്ത് നടക്കില്ല എന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട്. അതിനുശേഷം രുക്കു പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് എന്ത് തീരുമാനമെടുക്കണമെന്നറിയാതെ അർച്ചന ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് മുകുന്ദൻ വരുന്നത്. ചേച്ചി ചിന്നുവിനെ കല്യാണത്തിന് വിടില്ലെന്ന് വിജയ് ശങ്കറിനോട് പറഞ്ഞത് എന്തുകൊണ്ടും നന്നായി. മുകുന്ദൻ പറയുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ചിന്നു വരുന്നുണ്ട്. ചിന്നു എന്നിട്ട് അർച്ചനയോട് പറയാണ്, കുട്ടിയുടെ കല്യാണത്തിന് എനിക്ക് പോകണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു അമ്മേ, അതെല്ലാവരും ചേർന്ന് സന്തോഷത്തോടെ നടത്തണമായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ലല്ലോ, ഒരു വാശിക്കല്യാണമല്ലേ, എന്താണ് ഞാൻ പോകണ്ടെന്ന് വെച്ചതെന്ന് പറഞ്ഞ് ചിന്നു അകത്തേക്ക് പോവുകയാണ്. മുകുന്ദനും ഒന്നും പറയാതെ അവിടെ നിന്നും പോകുന്നുണ്ട്. വീണ്ടും അർച്ചന ഓരോന്ന് ആലോചിച്ച് അങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് ഈ കുറച്ച് സമയത്തിനുള്ളിൽ ഇനി എന്ത് ചെയ്യണം, അച്ചുവിനെ തനിക്ക് കിട്ടുമോ, ലീബുമായി തന്റെ കല്യാണം നടക്കുമോ എന്നൊക്കെ ടെൻഷൻ അടിച്ചുകൊണ്ട് റൂമിൽ അങ്ങനെ നിൽക്കുകയാണ് രുക്കു. അച്ചുവുമായിട്ട് പ്രണയബന്ധത്തിലുണ്ടായിരുന്ന ഓരോ നിമിഷങ്ങളും ആലോചിക്കുന്നുണ്ട് രുക്കു. അച്ചുവുമായിട്ടുള്ള ഓരോ നല്ല നിമിഷങ്ങളും ഓർത്തുകൊണ്ട് രുക്കു ആകെ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഭ്രാന്ത് പിടിക്കുന്നു അച്ചു, നീയില്ലാതെ എനിക്ക് വയ്യ ഒക്കെ പറഞ്ഞ് രുക്കു അങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. പിന്നീട് വേഗം ഫോൺ എടുത്തുകൊണ്ട് രുക്കു അച്ചുവിന് മെസ്സേജ് അയക്കുന്നുണ്ട്. അച്ചു, നാളെ 11:30 മുഹൂർത്തം, അതിന് 5 മിനിറ്റ് വരെ ഞാൻ നിന്നെ പ്രതീക്ഷിക്കും. 11:25 വരെ നീ വന്നില്ലെങ്കിൽ വിവാഹ മണ്ഡപത്തിൽ വെച്ച് ജീവൻ ഒടുക്കും അച്ചു. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, അത് ചെയ്തിരിക്കും. നീ വരുമെന്ന് ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് അച്ചുവിന് വോയിസ് മെസ്സേജ് അയക്കുകയാണ്. എന്നാൽ അച്ചു ആരോടും ഒന്നും മിണ്ടാതെ റൂമിൽ ഒറ്റയ്ക്ക് അങ്ങനെ ഇരിക്കുകയാണ്. ക്കുവിന്റെ മെസ്സേജ് കാണുന്നുണ്ടെങ്കിലും ആ വോയിസ് സീൻ ചെയ്യാതിരിക്കുകയാണ്. പിന്നീട് ആ വോയിസ് സീൻ ചെയ്യുന്നുണ്ട് എങ്കിലും അവൾക്ക് സങ്കടമാവും, ഞാൻ എന്ത് ചെയ്യാനാണെന്നൊക്കെ പറഞ്ഞ് വോയിസ് കേൾക്കാതെ അച്ചു ആ മെസ്സേജ് സീൻ ചെയ്ത് അങ്ങനെ തന്നെ വെക്കുകയാണ്. അച്ചു മെസ്സേജ് സീൻ ചെയ്തു എന്നറിഞ്ഞ് രുക്കു പറയുന്നുണ്ട്, അവൻ എന്റെ മെസ്സേജ് കണ്ടിട്ടുണ്ട്, ബ്ലൂടിക്ക് വന്നു, അവൻ ഇനി ഇതിന് റിപ്ലൈ തരും അല്ലെങ്കിൽ എന്നെ വിളിക്കുമെന്നൊക്കെ വളരെ സന്തോഷത്തോടെ രുക്കു പറയുന്നുണ്ടെങ്കിലും നേരത്തിന് ശേഷം അച്ചുവിന്റെ കോളും മെസ്സേജൊന്നും കാണാതെ വരുമ്പോൾ രുക്കു തിരിച്ച് അച്ചുവിനെ അങ്ങോട്ടേക്ക് ഫോൺ ചെയ്യാണ്. എന്നിട്ടും അച്ചു കോൾ എടുക്കാതെ വരുമ്പോ മനസ്സിൽ തീരുമാനിച്ചുറപ്പിക്കുകയാണ് രുക്കു, വേണ്ട ഇനി നീ ഫോൺ എടുക്കണ്ട അച്ചു, എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞ് ജീവനൊടുക്കാൻ വേണ്ടി വാങ്ങിവെച്ച ടാബ്ലറ്റ് എടുത്ത് നോക്കുകയാണ് രുക്കു. എല്ലാം മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ തന്നെ വീണ്ടും ആ ടാബ്ലറ്റ് ആ ഷെൽഫിനുള്ളിലേക്ക് വെച്ച് വാഷ്റൂമിനുള്ളിലേക്ക് പോയി രുക്കു പൊട്ടിക്കരയാണ്. അച്ചുവിനും എന്ത് ചെയ്യണം, എന്ത് തീരുമാനം എടുക്കണമെന്നറിയാതെ അങ്ങനെ ഇരിക്കുകയാണ്. ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.